ലോകം നമ്മളെ അടുത്ത് പറയുന്നത് എല്ലാരെയും നമ്മൾ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ലോകം നമ്മളെ ഫെയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മുകളിലേക്ക് പോകാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവും. ആക്ച്വലി ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മൾ പൊതുവിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നോക്കിയാലും അതിന്റെ മേളത്തെ ലേയേഴ്സിൽ ഇരിക്കുന്ന എപ്പോഴും കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഫാമിലി പരമായിട്ട് കൈമാറി വരുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ കയ്യിലാണ് ഈ നമ്മൾ പല ടോപ്പ് പൊസിഷൻസും നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നത്. പൊളിറ്റിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് കേട്ട് വരുന്ന അതേ ഫാമിലീസ് തന്നെയാണ് ഇപ്പോഴും പൊളിറ്റിക്സിൽ ലീഡേഴ്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റിലായിട്ട് മാറിയും തിരിഞ്ഞും ഫാമിലി മെമ്പേഴ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചെയ്ത് അവർ സക്സസ്ഫുൾ ആവുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ബിസിനസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെൽത്തി ആയിട്ടുള്ള ഫാമിലീസ് ബിസിനസ് ചെയ്യുന്ന രീതി വേറെയാണ്, അവർക്ക് കിട്ടുന്ന റിസൾട്ട്സും വേറെയാണ്. ആക്ച്വലി നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ലോകം ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണെന്നാണ്. ആക്ച്വലി ഓപ്പൺ തന്നെയാണ്, പക്ഷേ നമ്മളിൽ പലരും ചില ഡോറുകൾ തുറന്ന് അകത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കാണുന്ന ഓൾറെഡി അവിടെ ഒരുപാട് പേര് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽപ്പുണ്ട്. വർഷങ്ങളായിട്ട് നമ്മുടെ സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റൂൾസ് ഒരിക്കലും മാഞ്ഞു പോകാനൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ അത് ഇഗ്നോർ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും പോകാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ റൂൾസ് മാസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതില്ലാതാവും. മിക്ക ആളുകൾ ഒരു സിസ്റ്റത്തിനെ ബ്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ ചില ആളുകൾ സിസ്റ്റം എന്താണ്, അതിന്റെ ആ ഒരു ബ്ലൂ പ്രിന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ആക്ച്വലി മെറിറ്റ് എന്താണ്? മെറിറ്റ് എന്ന് പറയുന്നത് ഒരു മിത്താണോ? ഈ വീഡിയോയിൽ നമ്മളെ ഉദ്ദേശവും അത് കണ്ടുപിടിക്കുന്നതാണ്. ഇന്ത്യയിൽ രണ്ട് വ്യക്തികൾ ഒരേ കാര്യത്തിന് വേണ്ടി ഒരേപോലെ പ്രവർത്തിക്കുകയാണെന്ന് വിചാരിച്ചോ, രണ്ടുപേർക്കും ആക്ച്വലി കിട്ടുന്ന റിസൾട്ട്സ് ഒരേപോലെ ആയിരിക്കും. ദയവ് ചെയ്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ കുറച്ച് കാമായിട്ട് കുറച്ച് നേരം എടുത്ത് നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ച്, ഏത് പാർട്ടിയാണെങ്കിലും അതൊന്ന് മാറ്റി വെച്ച് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പൊതുവിൽ നിങ്ങൾക്കൊരു പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എലക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു മെയിൻ ചോദ്യം ഉണ്ടാവും, ഈ എലക്ഷന് ആര് നിന്നാലായിരിക്കും എനിക്ക് ജയിക്കാൻ അല്ലെങ്കിൽ എന്റെ പാർട്ടിക്ക് ജയിക്കാൻ ചാൻസ് കൂടുതൽ? ഈ ചോദ്യത്തിന് ആക്ച്വലി ഉത്തരവും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു സിസ്റ്റമാണ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറാണ്. ഒരുപാട് ആളുകൾ ഒത്തുചേർന്ന് വരുന്നത്. ഇപ്പം ബൂത്ത് ലെവലിൽ നോക്കുകയാണെങ്കിൽ ബൂത്ത് ലെവൽ വർക്കേഴ്സ്, വോളണ്ടിയേഴ്സ്, ലീഡേഴ്സ് ഡിസ്ട്രിക്ട് ലെവലിൽ ഉണ്ടാവും. പലതരത്തിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ റണ്ണിങ് സ്മൂത്ത് ആവുന്നത് എപ്പോഴും ഈ സ്ട്രക്ചറിന്റെ ഫ്ലോ അടിപൊളിയായിരിക്കുന്ന സമയത്തായിരിക്കും. ആർക്കാണ് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ? വർഷങ്ങളായിട്ട് ഫാമിലി പരമായിട്ട് ചെയ്തു വരുന്ന ആളുകൾക്കാണ്. പുതിയതായിട്ട് വരുന്ന ഒരു ഔട്ട്സൈഡറിന് ഈ സാധനം ക്രാക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഇതിനെല്ലാത്തിനും അഡീഷൻ ആയിട്ട് ഒരു എലക്ഷൻ ക്യാമ്പയിൻ റൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ഫണ്ട് വേണം. ഫണ്ട് മാത്രം ഉണ്ടായാലും പോരാ, ഉള്ള ഫണ്ട് നമ്മൾ എങ്ങനെ അലോട്ട് ചെയ്യുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതും ഒരു ഔട്ട്സൈഡറിന് പെട്ടെന്ന് വന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതിന്റെ പിന്നിലുള്ള റീസൺ സിസ്റ്റം കറപ്റ്റ് ആയതുകൊണ്ട് അങ്ങനൊന്നും അല്ല. ആക്ച്വലി സിസ്റ്റം റിവാർഡ് ചെയ്യുന്ന എന്താണ്? ലോ റിസ്ക് ഹൈ റിവാർഡ് ബിഹേവിയറിനെയാണ്. സിസ്റ്റം ഇതിനെ റിവാർഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫെമിലിയാരിറ്റി എന്ന് പറയുന്ന ഒരു സോണിൽ നിൽക്കുന്ന ആളുകളായിരിക്കും നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരാൻ നമ്മൾ കൂടി ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെയും കൂടെ ജയം ഇൻവോൾവ് ആണ്. ആക്ച്വലി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. സിനിമ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കഥേന ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ ഒത്തുചേർന്ന് ത്രൂ ആർട്ട് ആൻഡ് സയൻസ് ഒരു കഥേന ഫുള്ളി ഫോം ചെയ്ത് ഒരു വലിയ സ്ക്രീനിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഒരു കാണുന്ന ഒരു കാഴ്ചയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സിനിമയിൽ എത്തിച്ചേരുന്നത് ഒരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ആക്ച്വൽ ഭാഗ്യം എന്ന് പറയുന്നത് അവിടെ വരുന്നതും പാടാണ്, അതിലും പാടാണ് അതിൽ സർവൈവ് ചെയ്യാന്ന് പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നു സിനിമ എന്ന് പറയുന്നതാണ് ഏറ്റവും റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില്. അതേസമയം എനിക്ക് 99% ഒരു സിനിമ ഇറക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാനാണ് ചാൻസ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹൈ റിസ്ക് എന്നാൽ ഹയർ ആയിട്ടുള്ള റിവാർഡും ഉണ്ട്. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ. ഈ സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഒരു 25 വയസ്സുകാരനായിട്ടുള്ള ഒരാൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഫാമിലിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവര് കൊച്ചിലെ മുതലേ കണ്ടുവരുന്നെന്ന് പറയുന്ന ഒരു കഥേന എങ്ങനെ ടേബിൾ ഡിസ്കഷൻസിൽ ത്രൂ പല ഡിസ്കഷൻസ് ത്രൂ അവരെങ്ങനെയാണ് അതിനെ ഒരു പ്രോഡക്റ്റ് ആക്കി ഡയറക്റ്റ് ചെയ്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്നവര്
കണ്ടാണ് വളരുന്നത്. ചിലപ്പോൾ ഒരു 4-5 വയസ്സ് തൊട്ട് അവർ സെറ്റുകളിൽ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരാള് അവന്റെ 25-ാമത്തെ അല്ല അവളുടെ 25-ാമത്തെ വയസ്സിലേക്ക് അങ്ങനെ ഒരു വ്യക്തി സിനിമയിലേക്ക് വരുന്ന സമയത്ത് അവര് വരുന്നത് ഒരു 10-15 ഇയേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടായിരിക്കും. ഒരു പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അത് ഉണ്ടാവണമെന്നില്ല. ഒരു ഇൻഡസ്ട്രിയിൽ തോക്കാനാണ് ചാൻസ് കൂടുതലെന്നുണ്ടെങ്കിൽ അതിൽ വിജയിക്കുക എന്ന് പറയുന്നത് അത്രയും പാടാണ്. അപ്പൊ അത്രത്തോളം ഒരു ഹ്യൂമന്റെ പൊട്ടൻഷ്യൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരാൾക്ക് സാധിച്ചാൽ മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇംപ്രൂവ്മെന്റിന്റെ ഒരു ബേസിക് ജിസ്റ്റ് എന്താണ്, ഇംപ്രൂവ്മെന്റിന്റെ ബേസിക് ക്വാളിറ്റി എന്താണ്? നമുക്ക് ഒരുപാട് സമയം വേണം, പേഷ്യൻസ് വേണം. ഈ സാധനം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ആർക്കായിരിക്കും കൂടുതൽ എളുപ്പം? ഒരു പുറത്തുനിന്ന് വരുന്ന ഒരാൾക്കാണോ അകത്ത് നിൽക്കുന്ന ഒരാൾക്കാണോ? ഞാനൊരു പ്രൊഡ്യൂസർ ആണെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും ഞാനൊരു പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു പൈസ ഒരാളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെമിലിയാരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആരിലായിരിക്കും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആവുന്നത്? നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ പൈസ എവിടെയാണോ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺസ് എടുക്കുക അവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് വന്ന് ഈ ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ പറ്റത്തില്ല. ഡെഫിനറ്റ്ലി അനോമലീസ് ഉണ്ടാവാറുണ്ട്, പക്ഷേ എണ്ണം ഭയങ്കര കുറവാണ്. അകത്ത് നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഒരിക്കലും പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല പെട്ടെന്ന്. ഇത് ആക്ച്വലി സിനിമയിൽ മാത്രം നിന്ന് പോകുന്ന ഒരു കാര്യമൊന്നുമല്ല. എല്ലാത്തിലും എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് ഉണ്ടാവണം. ഫീഡ്ബാക്സ് എപ്പോഴും നമുക്ക് കൂടുതലും കിട്ടുന്ന ഫെയിലിയേഴ്സ് എന്നാണ്. സിനിമ ഇൻഡസ്ട്രി എപ്പോഴും ഫെയിലിയേഴ്സിന് അങ്ങനെ അധികം സപ്പോർട്ട് ചെയ്യാറില്ല. സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഒരു ബെസ്റ്റ് ഔട്ട് കിട്ടണം എന്നാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പം ആക്ച്വലി അങ്ങനെ തന്നെയാണ് ആ സാധനം വേണ്ടത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്നൊരു ഔട്ട്സൈഡറിന് ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പെട്ടെന്നൊരു മാറ്റവും ചെയ്യാനൊന്നും പറ്റത്തില്ല. നമുക്കിനി കുറച്ചു നേരത്തേക്ക് പൊളിറ്റിക്സും സിനിമയും ഒന്ന് മാറ്റിവെക്കാം. എന്നിട്ട് ഇതിലും സൈലന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. മണിയും എഡ്യൂക്കേഷൻ. ഒരു 2 സിനാരിയോ നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കണം. ഒരു സൈഡില് ആസ്ഥ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഫാമിലി പരമായിട്ട് ബിസിനസ് ഒക്കെ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു ഫാമിലിയിലുള്ള ഒരു കുട്ടിയാണ്. പുള്ളിക്കാരിക്ക് ഒരു 50 ലക്ഷം രൂപ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വീട്ടുകാർ തന്നെ കൊടുക്കുകയാണ്. പുള്ളിക്കാരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 വർഷത്തേക്ക് പ്രോഫിറ്റ് ഒന്നും ജനറേറ്റ് ആയില്ല എന്നുണ്ടെങ്കിലും നടന്നു പോകും, കാര്യങ്ങളൊക്കെ നടന്നു വെക്കോളും. അതേപോലെ തന്നെ ഫാമിലി ബിസിനസ്സിൽ ഉള്ളതുകൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സും വെൻഡേഴ്സ് ഒക്കെ ആയിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ക്രെഡിറ്റ് അലോട്ട്മെന്റ് ഒക്കെ ബാങ്കുകളിലൊന്നും പോയി ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഓട്ടോമാറ്റിക്കലി കുറെ കണക്ഷൻസ് ഒക്കെ ഉള്ളതുണ്ട്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് മനു ആക്ച്വലി കുറെ പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് ലോണൊക്കെ എടുത്തിട്ടാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. ആക്ച്വലി ഞാൻ ഇതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതില് രണ്ടുപേരിൽ ആർക്കാണ് ബിസിനസ്സിൽ വിജയിക്കാൻ സാധ്യത കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിന്റെ ഒരു ഉത്തരവുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? രണ്ടുപേർക്കും ഒരാൾക്ക് കൂടുതൽ സമയമുണ്ട് സർവൈവൽ ചെയ്ത് ആ സാധനത്തിന് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ വളർത്തിയെടുക്കാനായിട്ടുള്ള അവസരം കൂടുതൽ, സമയമുണ്ട്. ബിസിനസ്സിൽ ശ്വാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓക്സിജൻ എന്ന് പറയുന്നത് സമയമാണ്. ക്യാപിറ്റൽ ഉള്ള ഒരാൾക്ക് മാർക്കറ്റ് ഒരുപാട് അവസരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കൂടുതൽ സമയം ബില്ലിംഗ് ആണ് കൊടുക്കാനായിട്ട്. നമ്മുടെ മുമ്പിൽ സർവൈവൽ ഒരു ഏറ്റവും വലിയ ചോദ്യചിഹ്നമായിട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ലോങ് ടേമിലേക്കുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ഷോർട്ട് ടേം സർവൈവലിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഒരിക്കലും നമ്മൾ അങ്ങനെ എടുക്കുന്ന ഒരു ഡിസിഷൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ബിസിനസ്സിനെ വളർത്തിയെടുക്കാനായിട്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരിക്കലും ഉണ്ടായി വരത്തില്ല. നമുക്കിനി ബിസിനസ്സും കൂടി ഒന്ന് മാറ്റിവെക്കാം. വേറൊരു കാര്യത്തിനെ കൂടെ പറ്റി എനിക്കൊന്ന് സംസാരിക്കണം. ബിസിനസ്സിന് എല്ലാത്തിനും മുമ്പ് നമ്മുടെ സൊസൈറ്റിയിൽ വേറൊരു ഫിൽറ്റർ ഉണ്ട്, എഡ്യൂക്കേഷൻ ഫിൽറ്റർ. ആക്ച്വലി നിങ്ങൾ ഇങ്ങനത്തെ ഒരു സെനാറിയോ കൂടി ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കും. 2 ആളുകൾ, ആസ്ഥ എന്ന് പറയുന്നത് ഫാമിലി പരമായിട്ട് ഇച്ചിരി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി എന്നൊക്കെ വരുന്ന ഒരു കുട്ടിയാണ്. ഈ കുട്ടിക്ക് സ്കൂളിംഗ് എന്ന് പറയുന്ന അർബൻ സ്കൂളിംഗ്, കോച്ചിങ് ആക്സസ് ഉണ്ട്. വീട്ടുകാർ ഇംഗ്ലീഷിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും, ഫ്രണ്ട്സും ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. തൊട്ടിപ്പുറത്ത് മനു ഒരു ഗവൺമെന്റ് സ്കൂളിലൊക്കെയാണ്. ആക്ച്വലി എഡ്യൂക്കേഷൻ കിട്ടുന്നത് ഒരേപോലെ ആണെങ്കിലും സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും കൂടുതലും മലയാളത്തിലൊക്കെ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ സൊസൈറ്റിയിലേക്ക് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് ആദ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിൽ നമ്മളിപ്പം ജോലി എടുക്കുകയാണെങ്കിലും ബിസിനസ് എടുക്കുകയാണെങ്കിലും ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് അറിയാവുന്ന കാര്യം അപ്പുറത്തിരിക്കുന്ന ആളെ നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ബേസിക്കലി ഒരു ജോബ് ഇന്റർവ്യൂ വരുവാണ്. മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. മനുവും ആസ്ഥയും അതേ ജോബ് ഇന്റർവ്യൂയിലേക്ക് പോവുകയാണ്. ഇതിലും എനിക്ക് ആക്ച്വലി പ്രത്യേകിച്ച് ഒരു ഉത്തരം ഒന്നും പറയാനില്ല. ഇതിൽ ആര് ജയിക്കും എന്നുള്ളത് നമുക്കറിയാം. കാരണം എന്താണ്? ഈ 2 കുട്ടികൾക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവരുടെ കോൺഫിഡൻസിലാണ് വ്യത്യാസം. വളരെ കാലങ്ങളായിട്ട് സംസാരിച്ചു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനം കൺവേ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കമ്പയർഡ് ടു ഒരു മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക്. കോൺഫിഡൻസിലാണ് വിഷയം വരുന്നത്. പ്രത്യേകിച്ച് നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന കുട്ടികൾ പൊതുവിൽ അവർക്ക് കുറച്ച് കൂടുതൽ കോൺഫിഡൻസ് ആണ്. അവർക്ക് സംസാരിക്കുന്ന ഭാഷയിലാണെങ്കിലും ഒരാളുടെ അടുത്ത് ചോദ്യം ചോദിക്കാനാണെങ്കിലും പേടി കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ആക്ച്വലി അവർക്ക് നെഗോഷിയേറ്റ് ചെയ്യാനാണെങ്കിലും അവർക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരത്തില്ല. റിസ്ക് എടുക്കാനും
ആക്ച്വലി അവർ കുറച്ച് സേഫർ ആയിട്ടുള്ള റിസ്ക് എടുക്കാൻ ചാൻസ് കൂടുതലാണ്. വളരെ കോമ്പൗണ്ടിങ് ആയിട്ടുള്ള ഒരു ലോകത്തിൽ ആക്ച്വലി സ്റ്റാർട്ടിംഗ് പൊസിഷൻ മാറ്റർ ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ടിംഗ് എഫേർട്ടിനെ കാട്ടി. ആക്ച്വലി ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ പേടിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആക്ച്വലി ഞാനും നിങ്ങളുടെ കാര്യത്തിൽ ഹാപ്പിയാണ്. കാരണം ടെൻഷനൊന്നും ഇല്ല, ഓക്കെയാണ്. ആക്ച്വലി ഞാൻ ജെന്യുവൻലി പറയണം, ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ അടുത്തൊരു 10% വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് കുറച്ച് ക്ലാരിറ്റി എല്ലാവർക്കും വേണം. കാരണം എനിക്കറിയാം യൂട്യൂബ് ഒരിക്കലും ഈ പറയുന്ന കണ്ടന്റ് പുഷ് ചെയ്യണമെന്നില്ല. കാരണം അൽഗോരിതത്തിന് എഗൻസ്റ്റ് പോയാണ് ഞാൻ ഈ ഒരു സാധനം ചെയ്യുന്നത്. എന്നാൽ പോലും കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവണം, എൻ്റെ ഒരു ക്രൗഡിലേക്ക് എനിക്ക് എത്തണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസ് ഞാൻ നിർത്താനൊന്നും പോകുന്നില്ല, ഇത് കൂടുതൽ ചെയ്യാനേ ഞാൻ പോകുന്നുള്ളൂ. ആക്ച്വലി എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? സിസ്റ്റംസ് ആക്ച്വലി കൂടുതൽ എഫിഷ്യന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രക്ചറലിയും ഫംഗ്ഷണലിയും എടുക്കുകയാണെങ്കിലും കൂടുതൽ എഫിഷ്യന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തോന്നും, പുറത്തുനിന്ന് കാണുന്ന നമുക്ക് ചിലപ്പം തോന്നാം കൂടുതൽ അൺഫെയർ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഒരിക്കലുമല്ല. സിസ്റ്റം ആക്ച്വലി പൈസ ഉള്ള, സമയമുള്ള, പേഷ്യന്റ് ആയിട്ടുള്ള, ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഉള്ള, ഒരുപാട് സ്ട്രക്ചറും കാര്യങ്ങളും ഉള്ള ടീംസിന്റെയൊക്കെയാണ് കൂടുതൽ അവസരങ്ങൾ പോകുന്നതും അവരാണ് കൂടുതൽ എഫിഷ്യന്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരന് ഇപ്പൊ ഒരു താഴ്ന്ന ലെവലിൽ നിന്ന് മുകളിലേക്ക് പോവാന്ന് പറയുന്നത് ഭയങ്കര പാടായിക്കൊണ്ടിരിക്കുകയാണ്. സിസ്റ്റം ആക്ച്വലി റിവാർഡ് ചെയ്യുന്നത് എഫിഷ്യൻസിനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ എഫിഷ്യന്റ് ആവാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അല്ലാതെ നമുക്ക് മുമ്പിൽ ഇനി വേറെ ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം സമയം വളരെ ഫാസ്റ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എസ്കേപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം, അതിന്റെ ഒരു ടൈം ഗ്യാപ്പും ആക്ച്വലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ആക്ച്വലി ഒരു 3 കൗണ്ടർ സ്ട്രാറ്റജീസ്, നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെ ഉള്ള ഒരു 3 കൗണ്ടർ സ്ട്രാറ്റജീസ് കൂടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്നൊന്ന് കേട്ടോ. സിസ്റ്റം ആക്ച്വലി റിവാർഡ് ചെയ്യുന്നത് ഫെമിലിയാരിറ്റിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ ആണ്. നമ്മളും ഫെമിലിയർ ആവാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും റീലും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഒരുപാട് വലിയ ഡീലുകൾ അതിനകത്ത് നടക്കുന്നുണ്ടെന്ന്. ആക്ച്വലി വലിയ ഡീൽസ് നടക്കുന്നത് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ടേബിളുകളിൽ, പ്രൈവറ്റ് ഡിന്നേഴ്സിന്, കാഷ്വൽ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് വരെ ആവാം. വളരെ ക്വയറ്റ് ആയിട്ടുള്ള മൂവ്മെന്റിലൂടെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പലപ്പോഴും നടക്കുന്നത്. ഇത് നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് ക്യാപിറ്റലും അത്യാവശ്യമായിട്ട് വേണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ ഒരു സെൻസിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഞാൻ നെറ്റ്വർക്ക് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സോ ലിങ്ക്ഡിൻ കണക്ഷൻസോ അല്ലെങ്കിൽ ഇവന്റുകളിലൊക്കെ പോയി നിന്ന് സെൽഫി എടുക്കുന്ന ആ പരിപാടിയൊന്നും അല്ല. ആക്ച്വലി നെറ്റ്വർക്ക് ക്യാപിറ്റൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളില്ലാത്ത പല റൂമുകളിലും നമുക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യുന്ന ആരായിരിക്കും? നമ്മളെ വേറൊരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും കാണിക്കാത്ത ആരായിരിക്കും? ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് നമ്മളെപ്പറ്റി ആദ്യം ചിന്തിക്കുന്നത് ആരായിരിക്കും? ഞാൻ ഉദ്ദേശിച്ച നെറ്റ്വർക്ക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇങ്ങനെ തരത്തിലുള്ള റിലേഷൻസ് ബിൽഡ് ചെയ്യുന്നതാണ്. കാരണം അതാണ് ആക്ച്വൽ കറൻസി എന്ന് പറയുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ലോ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ ലൈഫിൽ ഒരു ലോ റിസ്ക് ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും നമ്മളെ ചൂസ് ചെയ്യത്തുള്ളൂ. പണ്ടത്തെ ലോകത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാനൊക്കെ പറ്റും. പക്ഷെ ഇപ്പം ആക്ച്വലി ഒരു സ്കില്ല് വെച്ച് ഒരാൾക്ക് പ്രോപ്പറായിട്ട് ജീവിക്കാനൊന്നും പറ്റത്തില്ല. കാരണം നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എപ്പോഴും മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ടാണ്. അപ്പം ഒരു സ്കില്ല് വെച്ചിട്ട് മാത്രം ജീവിക്കാൻ പറ്റുമെന്ന് നമ്മളിപ്പം വിചാരിക്കുന്നതേ തെറ്റാണ്. കാരണം ഇപ്പോഴത്തെ സിസ്റ്റം റിവാർഡ് ചെയ്യുന്നത് എപ്പോഴും ലിവറേജ് ആണ്. ഏറ്റവും കൂടുതൽ സ്ട്രക്ചറുള്ള പല കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ആളുകൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എല്ലാവരും പ്രോബ്ലംസ് ഫേസ് ചെയ്യാറുണ്ട്. ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം എനിക്കൊരു പ്രശ്നമുണ്ട്, ഒരാൾ അല്ലെങ്കിൽ ഒരു ടീം നമ്മുടെ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ഒരു 50% സൊല്യൂഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടീമിനെല്ലാം എപ്പോഴും വിളിക്കത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ യൂസ്ഫുൾ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു പ്രോബ്ലത്തിലേക്ക് കൊണ്ടുവരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സ്കിൽസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ടീമിനുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറാണ് പലപ്പോഴും നമ്മളെ രക്ഷിക്കാൻ പോകുന്നത്. നമ്മൾ ആ ഒരു പരിപാടിയിലേക്ക് കൊണ്ടുവരുന്ന പൊസിഷൻ, നമ്മുടെ പൊസിഷനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ആളുകളെ നമ്മളെ വാല്യൂ ചെയ്യുന്നത്. മിക്ക ആളുകളും നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഒരു സ്കില്ലിൽ ഭയങ്കരമായിട്ട് ടാലന്റ് കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ആക്ച്വലി അത് നല്ലതാണ്, വളരെ നന്നായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ആക്ച്വലി മൾട്ടി ടാലന്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു 5-10 ഇയേഴ്സ് പോകുന്ന സമയത്ത് നമ്മൾ റീപ്ലേസബിൾ ആണ്. കാരണം നമുക്ക് സത്യസന്ധമായിട്ട് പറയാം, കാരണം ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാളുടെ കഴിവ് തീരുന്നവരെ നമ്മളെ ഉപയോഗമുള്ളൂ. ആ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ്ലെസ് ആണ്. നമ്മളെ വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എപ്പോഴും ഹാർഡ് ടു ഇഗ്നോർ ആയിരിക്കണം. നമ്മള് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന സ്ട്രക്ചർ ഒരിക്കലും ഒരാൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റരുത്. അങ്ങനത്തെ രീതിയിലേക്ക് നമ്മൾ വളരാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. കാരണം നമ്മൾ പൊസിഷനിങ് എന്താണെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ടോപ്പ് ചേസ് ചെയ്യത്തില്ല. നമ്മൾ ടോപ്പിലുള്ള ആളുകൾ എങ്ങനെ നമ്മളെ പൊസിഷൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയാണോ പ്ലേസ് ചെയ്യുന്നത് അതിനനുസരിച്ച് മുകളിലേക്കുള്ള ആളുകൾ നമ്മളെ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങും. മൂന്നാമത്തെ കൗണ്ടർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സ്വന്തമായിട്ട് വേണം. ഫോർ എക്സാമ്പിൾ ഒരു 5 രൂപയുടെ പേനയാണെങ്കിലും നിങ്ങൾ ഈ കണക്കൊന്ന് ചുമ്മാ ഒന്ന് മനസ്സിൽ കൂട്ടി വെക്കണം. കേരളത്തിൽ മൊത്തം 3.25 കോടി ജനങ്ങൾ എന്തുകൊണ്ട്?
ഇതിലൊരു 10%, ഒരു 10-30 ലക്ഷം പേര് 5 രൂപയുടെ പേന നമ്മളെ നിന്ന് മേടിക്കുകയാണെങ്കിൽ അത് ടോട്ടൽ 1.5 കോടി രൂപയെ. ഇതിൽ 60% ആക്ച്വലി നമ്മൾ കോസ്റ്റിൽ തന്നെ കൂട്ടിക്കും. എന്നാലും നമുക്കൊരു 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. ആഫ്റ്റർ ടാക്സ് തന്നെ നിങ്ങൾ ആ രീതിയിൽ തന്നെ വിചാരിച്ചോ. ഏത് ജോലിക്കാണ് 5 വർഷത്തിൽ ഒരു 50 ലക്ഷം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് കേരളത്തിൽ? ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഒരു അസറ്റ് സ്വന്തമായിട്ടുള്ളത് നല്ലതാണ്. അത് ചിലപ്പോൾ നമുക്ക് ആദ്യത്തെ 6 മാസം ഒന്നും, 1 വർഷമോ 2 വർഷമോ 4 വർഷമോ ഒന്നും പൈസ ഉണ്ടാക്കണമെന്നില്ല. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ചിലപ്പോൾ ലാസ്റ്റ് ഒരു 5-ാമത്തെ വർഷം പെട്ടെന്ന് ഇതൊരു വലിയ സക്സസ് ആവുന്നു. നമുക്ക് ഒരിക്കലും ഒരു ജോലിയിൽ നിന്ന് കിട്ടാത്ത പൈസ ഒരു ബിസിനസ് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി അതിന് വേണ്ടി അറ്റ്ലീസ്റ്റ് ഒന്ന് ശ്രമിക്കുകയെങ്കിലും വേണ്ടേ. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ജോലിയിൽ എക്സലന്റ് ആയിട്ട് സ്ട്രൈവ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമുക്ക് കിട്ടുന്ന റിസൾട്ടിന്റെ ബേസിൽ നമുക്ക് ജോബ് ഓഫേഴ്സും, ബെറ്റർ ആയിട്ടുള്ള ജോബ് ഓഫേഴ്സ്, അല്ലെങ്കിൽ അവിടെ തന്നെ പ്രൊമോഷൻസും അച്ചീവ്മെന്റും അച്ചീവ്മെന്റ് ഒക്കെ കിട്ടും. പക്ഷേ അത് ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ അത് തീരും. കാരണം ഒരു ഓഫീസ് അതിനെ ഓർഗനൈസ് ചെയ്യുന്നതിന് പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത് ബാക്കിയുള്ള എംപ്ലോയീസിന് ഒരു മോട്ടിവേഷന് കൂടി വേണ്ടിയിട്ടാണ്. ഒരാൾ ഒരു പൊസിഷനിൽ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും നോക്കുന്നത് ആ പൊസിഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതും ഒരു ഓർഗനൈസേഷന്റെ ഇൻസൈഡറാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ഒരു പരിപാടിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് റെക്കഗ്നിഷനോ അല്ലെങ്കിൽ റിവാർഡോ ഒന്നും ആദ്യം കിട്ടണമെന്നില്ല. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അറ്റ്ലീസ്റ്റ് നമ്മളൊരു കാര്യം ശ്രമിച്ചു എന്നൊരു സന്തോഷമെങ്കിലും നമുക്ക് കാണും. കാരണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഇൻവിസിബിൾ ആയിട്ടുള്ള അസറ്റുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ റിവാർഡുകൾ കിട്ടുന്ന. വിസിബിൾ ആയിട്ടുള്ള അസറ്റ് നമുക്ക് നോക്കുന്ന സമയത്ത് ഭയങ്കര അടിപൊളിയായിട്ട് ജീവിക്കുന്നൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ അത് ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് അല്ല. അതുകൊണ്ട് തന്നെ എന്റെ 3ാമത്തെ കൗണ്ടർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമ്മളൊരു അസറ്റ് ബിൽഡ് ചെയ്യാൻ, അറ്റ്ലീസ്റ്റ് ഒരു അസറ്റ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്യണം. കാരണം മേ ബി നിങ്ങളായിരിക്കും ഒരു റൂമിൽ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ഒരാൾ. പക്ഷേ നിങ്ങൾ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഓൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി ആ ഇൻഫ്രാസ്ട്രക്ചറിൽ റീപ്ലേസിബിൾ ആണ്. ആക്ച്വലി എനിക്ക് ഒന്ന് മെറിറ്റ് എന്താണെന്ന് പറയാൻ സമയമായെന്ന് തോന്നുന്നു. മെറിറ്റ് എന്താണെന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യണമെങ്കിലുള്ള സാധനം ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം. ഞാൻ മെറിറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ സക്സസ് എന്ന് പറയുന്നത് അവരുടെ ഹാർഡ് വർക്കും ടാലന്റും കൊണ്ടാണ് മാത്രം എന്നാണ് വിശ്വസിക്കുന്നെങ്കിൽ അതല്ല. ഒരാളുടെ സക്സസിൽ വേറെ കുറെ ഫാക്ടേഴ്സ്, ഇൻവിസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഇൻവിസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ക്ലാസ് സ്ട്രക്ചർ, നമുക്കറിയാവുന്ന ലാംഗ്വേജ്, പിന്നെ നമ്മുടെ ലെഗസി കോണ്ടാക്ട്സ്, പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു നെറ്റ്വർക്കും റിസോഴ്സിലേക്കുള്ള നമ്മുടെ ആക്സസും. ആക്ച്വലി ഈ തരത്തിലുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും സക്സസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ മെറിറ്റ് ഇല്ല എന്നൊന്നും അല്ല പറയുന്നത്. മെറിറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ മെറിറ്റ് ഒരു മിത്താണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ആക്ച്വലി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഫുള്ളിരുന്ന് വായിക്കും. കാരണം എനിക്കും അറിയണമെന്നുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇത്രയും കണ്ടിട്ട് നിങ്ങളുടെ ഒരു ഇൻടേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം. താങ്ക് യു സോ മച്ച്. யாரு ஹீரோ?